കുഞ്ഞേ എല്ലാം ശരിയായി. എന്ത് ഇനി ഇങ്ങനെ ഒളിച്ചും പാറ്റ് നടന്ന് കട്ടി ഇനി ഒന്നും വേണ്ട. നേരെ കൊണ്ടുവരാൻ പോയിക്കല്ലോ. എനിക്ക് വട്ട് പിടിച്ചിട്ട് ഭാര്യ വെട്ടിപ്പോയി. അമ്മയുടെ വീട്ടിലോ? കുഞ്ഞിന്റെ ഭാര്യ വെട്ടി. കുഞ്ഞിനെ ഭാര്യ ഒന്ന് കാണണമെന്ന് കൊച്ചമ്മ, കാണണ്ടാന്ന് മൊയലാളി. ആകെ ജഗപുക. അവസാനം ഒരു ഒത്തീർപ്പിലെത്തി. രണ്ടാളും കൂടെ കൊച്ചിന്റെ ഭാര്യയെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി പോയില്ല. അവർ പോയിട്ട് എത്ര നേരമായി? അരമണിക്കൂറായി. വണ്ടി കയറേ. നിർവഹിക്കട്ടെ അവരിപ്പൊ എത്തും. സന്തോഷം. പുള്ളിക്കാരി പോകാണ്ടില്ലേ? ഈശ്വര രക്ഷപ്പെട്ടു. നിന്റെ അച്ഛൻ ഇവിടെ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എല്ലാം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ആകെ പുലിവാലാവും. നീ വാ. എങ്ങോട്ടാണ് പോണത്? അല്ല ലക്ഷ്മി. ആര് ലക്ഷ്മി? ആദ്യം നിന്റെ ഈ മുഖംമൂടി വലിച്ചെറി. മുഖംമൂടിയാ? വാ, ഞാനെല്ലാം പറയാം. വേണ്ട, നീ ഒന്നും പറയണ്ട. നീ ആ മാധവനെ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു. ചതിയായിരുന്നു എനിക്കറിയാം. അറിയാമല്ലേ? ഇപ്പൊ എല്ലാം മനസ്സിലായല്ലേ? ഇനി ഈ കൂലി വേഷം വേണ്ട. ആ മാധവൻ ഇവിടെ വന്നിരുന്നു. എന്തിനു ഞെട്ടിയത്? സത്യം. ലക്ഷ്മിയെ വിളിച്ചോണ്ട് പോവുകയും ചെയ്തു. നല്ല മനുഷ്യൻ, എന്തൊരു സ്നേഹം. ആ നല്ല മനുഷ്യൻ എപ്പോഴാ വന്നത്? ഒരു അരമണിക്കൂറായി കണല്ലേ? ആ നല്ല മനുഷ്യൻ എങ്ങോട്ടാ പോയത്? വീട്ടിലോട്ട്. ഉണ്ണികൃഷ്ണ വണ്ടി എടു. മോനെ, നീ മിടുക്കനാണ്, മിടുമിടുക്കൻ. സ്വന്തം അച്ഛനല്ലേ ഈ മുട്ടൂത്തി കളഞ്ഞത്? തന്നെ തന്നെ. ദൈവമേ, ഗുലുമാലിൽ നിന്നും ഗുലുമാലികളിലേക്കാണല്ലോ കാര്യങ്ങൾ നീങ്ങുന്നത്. നീ എന്റെ അമ്മയുടെ മുഖത്ത് സന്തോഷം കണ്ടോ? എന്റെ ഭാര്യയാണെന്ന് വിശ്വസിച്ചിരിക്കുക. പാവം. നീ ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി. എല്ലാ പ്രശ്നങ്ങളും തീർന്നെന്ന് കരുതി സന്തോഷിച്ചിരിക്കുക. എനിക്കാകെ പേടിയാവുക. നീ വാ. ദൈവമേ. ഉണ്ണി, കണ്ടു കണ്ടു. ഒരു ഇപ്പൊ ചാടിക്കരുതെന്ന് പറയണ്ട, വലിയ വഴക്കാവും. ഞാൻ വഴക്കൊന്നും പറയില്ല. ഒക്കെ ക്ഷമിച്ചു എന്ന് കൂട്ടിക്കോ. അല്ല, താനല്ലേ ഇവന്റെ കല്യാണം കഴിഞ്ഞ് ഇവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? സാർ ഇതിനായിട്ട് അതൊന്നും മറന്നില്ലേ? വലിയ കൂട്ടുകാരനാ. ഞങ്ങൾ ഒരുമിച്ചാ സ്കൂളിൽ പഠിച്ചത്. എന്ത് ചെയ്യുന്നു? ഞാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ബാലകൃഷ്ണന് അത്യാവശ്യമായിട്ടൊരു ജോലി വേണം. നമ്മുടെ ഡ്രൈവറുടെ പോസ്റ്റ്. ഡ്രൈവറോ? അയ്യോ, ഈ വേഷം പത്രാസം നോക്കണ്ട. എന്ത് ജോലിയും ചെയ്യും. ആള് ഭയങ്കര പരോപകാരിയാ. അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഡ്രൈവർ ഇവിടെ തന്നെ താമസിക്കണം. ആണോ? അച്ഛൻ പറഞ്ഞത് ശരിയാ, ഇവിടെ തന്നെ താമസിക്കണം. അല്ലെങ്കിൽ രാത്രി ഞാൻ വണ്ടി ഓടിക്കേണ്ടി വരും. വേണ്ട. ശരി ശരി ശരി. എന്ത് പറയുന്നു? ശരി ശരി. അങ്ങനെയാണെങ്കിൽ ഡ്രൈവറുടെ മുറിയൊക്കെ കാണിച്ചു. ഇപ്പൊ ചാടി കയറി പറഞ്ഞില്ലെങ്കിൽ എന്തായനെ? ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം, നീ അതുപോലെ അങ്ങ് ചെയ്താ മതി. എനിക്ക് ലക്ഷ്മി ഒന്ന് കാണണം. ആരെങ്കിലും കാണും. കാണട്ടെ. ഈ വീട്ടിൽ ഈ കാര്യങ്ങളൊന്നും വേണ്ട. മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും. തെറ്റിദ്ധരിക്കട്ടെ. ഒരു കാണുമില്ല. പോട്ടാ. അപ്പൊ അതാര്? കാഴ്ച പോയതാ. ആ കാഴ്ചല്ല, കരട് പോയതാ. ഇത്രയുള്ള ഒരു കരട്. ഇത്ര ഉള്ള കരടോ? ഇത്രയില്ല, ഇത്രയും. ഇത്രയോ? ഇത്രയും. അതിന് കുറയില്ല. അതിനും കുറയില്ല. മനസ്സിലായി. ചോദിച്ചു പിന്നെ കുത്തി ചോദിച്ചു. അവന്റെ ഈ കരടെടുപ്പ് അത്ര ശരിയല്ലല്ലോ.